സാദാത്തുക്കളും ആലിമീങ്ങളും മുൻനിരയിൽ നിന്ന് നമ്മെ പഠിപ്പിച്ച സംശുദ്ധമായ ഒരു പൈതൃകവും സംശുദ്ധമായ ഒരു ആശയവും ഇവിടെയുണ്ട്. അതാണ് ഏറ്റവും സമാധാന സമ്പന്നമായ ജീവിതം, സഹനമുള്ള ജീവിതം, നിയമം കയ്യിലെടുക്കാത്ത ജീവിതം. ഏതോ ഒരു അക്രമിയെ ആരൊക്കെയോ കൂടി വധിച്ചു എന്നത് ഒരു വലിയ വർഗീയ കലാപമായി ഇവിടുത്തെ ഉറൂസിന്റെ വരെ 4 നാളിലെ വഅദുകൾ മുടങ്ങിപ്പോയ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ച വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. തിന്മയെ നന്മ കൊണ്ട് ചെറുക്കുകയും ശത്രുവിനെ മിത്രമാക്കി തീർക്കുകയും ചെയ്യുന്ന ശൈലി, ആ സമാധാനപരമായ പ്രതികരണം, അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. നല്ലതുപോലെ ക്ഷമിക്കുന്നവർക്ക് മാത്രമേ ആ ശൈലി ഇവിടെ പിന്തുടരാൻ കഴിയുകയുള്ളൂ. ആ ക്ഷമിക്കുന്നവരോ വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. പൊട്ടിത്തെറിക്കുന്നവർക്ക് പൊട്ടിത്തെറിക്കാം, കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിയമം നിയമത്തിന്റെ വഴിയിൽ പോകും. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നവരല്ല, നിയമം കയ്യിലെടുക്കുന്നവരല്ല. ഒരാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ജുഡീഷ്യറിയുടെ മുമ്പിൽ തെളിഞ്ഞ് അവരാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്. അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും ആ തീരുമാനത്തിന് മുമ്പിൽ നമ്രശിരസ്കരായി തലകുനിച്ചു നിൽക്കുന്ന ഒരു സമൂഹം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. അൽഹംദുലില്ലാഹ്, സയ്യിദ് മദനി കോളേജിൽ നിന്ന് ഈ വർഷം മദനി ബിരുദം കരസ്ഥമാക്കുന്ന യുവപണ്ഡിതന്മാരാണ് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റുന്നവരെ البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. സമുദായത്തെ ഹക്കിലേക്ക് നയിക്കുന്ന യുവമിഥുനങ്ങളായി അല്ലാഹു ഇവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. സുൽത്താനുൽ ഉലമയുടെയും റഈസുൽ ഉലമയുടെയും കരങ്ങളിൽ നിന്ന് സനദ് സ്വീകരിച്ചുകൊണ്ട് മദനി എന്ന പണ്ഡിതന്മാരുടെ വ്യൂഹത്തിന്റെ പ്രവാഹം തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മദനി ഉലമാക്കൾ വീണ്ടും വീണ്ടും കർമ്മരംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരെ സഹായിക്കുമാറാകട്ടെ. ഏത് പ്രക്ഷുബ്ധ അന്തരീക്ഷങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. ക്ഷമാശീലരുടെ മാർഗങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്നത് വലിയ വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ കഴിയുന്ന സിദ്ധാന്തം ലോകത്ത് പഠിപ്പിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത മല പോലെ പർവ്വത സമാനമായ പണ്ഡിത നിരയാണ് ഇവിടെ ഇരിക്കുന്നത്. സാദാത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്, ഉമറാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെ കവച്ചു വെച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്കൊക്കെ ആഖിറമാണ് ലക്ഷ്യമെങ്കിൽ തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ والعاقبة للمتقين. ഇവിടെ അഹങ്കാരിയായി ജീവിക്കാത്ത, ഇവിടെ അഹങ്കാരം കയ്യിലെടുക്കാത്ത, ഇവിടെ നിയമം കയ്യിലെടുക്കാത്ത
പാവങ്ങളായ അച്ചടക്കമുള്ള ജനങ്ങൾക്കാണ് പാരത്രിക ജീവിതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് ശിരസാ വഹിച്ചുകൊണ്ട് ആ ദീനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും നമുക്ക് പരാജയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മഹത്തായ അഹ്ലുസുന്നയുടെ ആദർശം, സമാധാനത്തിന്റെ ആദർശം, അതിന്റെ എല്ലാം വെള്ളി നക്ഷത്രങ്ങളായി ഇവിടെ പരിരസിക്കുന്ന ഭൂമി ലോകത്തുള്ള നക്ഷത്രങ്ങളാണ് മഹാത്മാക്കളുടെ മസാറുകൾ. പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്ന് ആത്മീയ കണ്ണുകൊണ്ട് വീക്ഷിച്ചാൽ അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു. അവരെ കൊണ്ട് ആർക്കും ശല്യമുണ്ടായിട്ടില്ല. നമ്മെ കൊണ്ടാണ് ശല്യം. ആ ശല്യക്കാരെ പിൻപറ്റുകയല്ല, അവരെ അവഗണിച്ചുകൊണ്ട് ഈ മഹത്തുക്കൾ അവരുടെ പാത പിൻപറ്റി 60-ൽ അധികം വർഷം, 6 പതിറ്റാണ്ടിലധികം നമുക്ക് നേതൃത്വം നൽകിയ മഹാഗുരു എന്ന് ആവർത്തിച്ച് കർണാടക വാർത്താ മീഡിയകൾ പരസ്യം ചെയ്ത ബഹുമാനപ്പെട്ട അൽ-ശൈഖുർ റബ്ബാനി, ഇവിടുത്തെ ഉലമാക്കൾ, അൽ മദനിയു സാനി, താജുൽ ഉലമായി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഹക്കിനെ മുറുകെ പിടിച്ച് അതിനെ നിലനിർത്തുന്നതിൽ വലൗ കുന്തു വഹദി, ഞാൻ ഒറ്റക്ക് പോരാട്ട രംഗത്ത് ഞാൻ ഒറ്റപ്പെട്ടാലും ഹക്കിന് വേണ്ടി നിൽക്കുമെന്ന് ലോകത്ത് പഠിപ്പിച്ച് നമ്മുടെ മഹത്തുക്കളായ ഈ നേതാക്കന്മാർക്ക് ആത്മീയ വീര്യം പകർത്തുന്നത് കണ്ടപ്പോൾ നിറകണ്ണുകളോടെ അത് സ്വീകരിച്ചവരാണ് നമ്മൾ. വലിയ വലിയ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടവരാണ് നമ്മൾ. അവിടെയെല്ലാം അടിയുറച്ചു നിന്ന് അഹ്ലുസുന്നയുടെ യഥാർത്ഥ യോദ്ധാക്കളായി നാമാണ് സമാധാനത്തിന്റെ വാഹകരായി ഇവിടെ നിലകൊള്ളേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിൻഗാമികളായ നമ്മുടെ ഈ നേതൃത്വം, മഹാത്മാവായ റഈസുൽ ഉലമ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട മുഹയ്യിസ് സുന്ന, ബഹുമാനപ്പെട്ട ബദ്റുസ് സാദാത്ത്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ മാണി ഉസ്താദ് തുടങ്ങിയ നമ്മുടെ നേതൃത്വത്തിന്, CM ഇബ്രാഹിം സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉമറാക്കൾക്ക്, UT ഖാദർ സാഹിബ്, അദ്ദേഹത്തിന് ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ഇന്നലെ ബാംഗ്ലൂരിലെ ഹജ്ജ് സമ്മേളനത്തിൽ അദ്ദേഹം തൽബിയത്ത് ചൊല്ലിക്കൊടുക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, തൊപ്പിയിട്ട് ഒരു സ്പീക്കർ, ഒരു രാഷ്ട്രീയ നേതാവ് അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ? അങ്ങനെയുള്ള ഉമറാക്കൾക്കും നമ്മുടെ ഹനീഫ് ഹാജി, ശിഹാബുദ്ദീൻ സഖാഫി തുടങ്ങിയ നമ്മുടെ ഈ ദർഗാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറിമാർക്കും എല്ലാം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ബാംഗ്ലൂരിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട CM ഇബ്രാഹിം സാഹിബ് സുന്നത്ത് ജമാഅത്തിന്റെ ധീര പോരാളിയാണ്. അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഒരു ആലിമുണ്ടാകും. ആ ആലിമാണ് കഴിഞ്ഞകാല വഖഫ് ബോർഡ് ചെയർമാനായ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. കന്നഡയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വാഴ്ദീങ്ങൾ ഈ സദസ്സിലുണ്ട്. അവരെല്ലാം നിർത്തി മഹത്തുക്കളായ പണ്ഡിതന്മാരെ ഇവിടെ ഇരുത്തി എന്റെ വാക്കുകൾ അധികപ്പറ്റായി പോകും എന്നതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇവിടുത്തെ വാഴ് പരമ്പര 1-2 ദിവസം മുടങ്ങിയപ്പോൾ അന്ന് വാഴ് പറയേണ്ട ആളായിരുന്നു ഞാൻ, അതിന് കഴിഞ്ഞില്ല. ഇപ്പോഴിങ്ങനെ ഒരവസരം നൽകിയതിൽ എല്ലാവിധ ശുക്റും അർപ്പിച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹു ഈ ഉറൂസിൽ പങ്കെടുത്തതുപോലെ, ഈ മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാത്മാക്കളായ ഈ ഉലമാ സാദാത്ത് ഉമറാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു അടിയങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലപ്പുഴ ഹാഷിമിയുടെ 1000 ആശംസകൾ ഈ ഉറൂസ് സനദാന സമ്മേളനത്തിന് അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം പറയും.